ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെടി നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഓരോ പ്ലാന്റും ഞാൻ പറഞ്ഞുതരാമേ. ഇത് നമ്മുടെ അബൂട്ടിലോൺ എന്ന് പറയുന്നൊരു ചെടി കേട്ടോ. ഈ ബെൽ ഫ്ലവറിൻ്റെ ഒക്കെ മാറി താഴേക്ക് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് നമ്മളെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ കേട്ടോ. ഇത് നമ്മുടെ കനകാംബരത്തിൻ്റെ റെഡ് ഹൈബ്രിഡ് ആണ് കേട്ടോ. ഇതിൽ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ. ഈ ചെടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇതിൽ നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് റോസ് പോലെയുള്ള ഫ്ലവർ ഉണ്ടാവും. അങ്ങനെ ജസ്റ്റീഷ്യ, പിന്നെ നീലക്കൊടുവേലി, സ്നോ റോസ്, ഇങ്ങനെ ഓരോ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ ഫ്ലവർ ഉണ്ടായിരുന്നു. ഇത് വൈറ്റ് മെലസ്റ്റോമ കേട്ടോ. എല്ലാത്തിനും ഫ്ലവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലവറിങ് കഴിഞ്ഞൊരു സമയമാണ്. ഇപ്പോൾ ഈ ഓർക്കിഡ് റോസിലെ മാത്രമേ ഇവിടെ ഫ്ലവർ കാണുന്നുള്ളൂ. ഇത് നമ്മളെ ബോവർ പ്ലാന്റ് വെരിഗേറ്റഡ് വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിലൊക്കെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, ഓർക്കിഡ് റോസ് നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു ഡിമാൻഡും ഇല്ല, എപ്പോഴും ഫ്ലവർ ഉണ്ടാവും. പിന്നെ നമ്മളെ പിങ്ക് ജാസ്മിൻ, അമേരിക്കൻ ജാസ്മിൻ എന്നൊക്കെ പറയില്ലേ, അത് ആ കമ്പ് കൊടുത്തുനിന്ന് ഇത് ഞാൻ എവിടെ ഫ്ലവർ ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ. ഇതുമൊരു കുഞ്ഞു ജീവിയുണ്ട്. അപ്പോൾ ഇവളെ കമ്പ് കൊടുത്തിട്ട് കമ്പിൻ്റെ മുകളിലേക്ക് പോയിട്ട് നിൽക്കുക, ഇനി കമ്പ് വെച്ചിരുമോയെന്ന് വെച്ചിട്ട്. പിന്നെ ഇത് നമ്മളെ ആഫ്രിക്കൻ ഹൈഡ്രേഞ്ചിയൊക്കെ ഫ്ലവറൊക്കെ പോയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ നോക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെടികളെ വളർത്തിയാൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെറിയൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മളെ ആവശ്യങ്ങൾക്ക് ആരൊക്കെ ഉണ്ടായാലും നമ്മളെ ആവശ്യങ്ങൾക്ക് മറ്റൊരാളോട് ചോദിക്കേണ്ടി വരില്ല ക്യാഷിനൊന്നും. ഞാനങ്ങനെ ഇതൊക്കെ തുടങ്ങി. എൻ്റെ കാര്യങ്ങൾക്ക് ഞാനൊരാളെടുത്തും ആശ്രയിക്കേണ്ടി വരാറില്ല. ഇതുപോലെ ഫ്ലവറിങ് കഴിഞ്ഞാൽ ഈ ഒരു കമ്പ് തലപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് വളങ്ങളൊന്നും ചേർക്കാത്ത നല്ല ചുവന്ന മണ്ണിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ പ്ലാന്റ് അത്യാവശ്യം റൂട്ടാവുന്ന സമയത്ത് നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് എല്ലാം സെയിൽ ചെയ്യാമല്ലോ. നല്ല പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാനിതിൽ ഉൾപ്പെടുത്താറുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതി. ഓരോ വീഡിയോയിലായിരിക്കും കേട്ടോ ഓരോന്ന് ഉൾപ്പെടുത്തി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കട്ടിങ് എടുത്തിട്ട് നമുക്ക് അങ്ങനെ പിടിപ്പിച്ചിട്ടൊരു റേറ്റ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. ഞാനൊക്കെ കോവിഡിൻ്റെ സമയത്താണ് കേട്ടോ ഈ ഒരു ഓൺലൈൻ സെയിൽ തുടങ്ങിയത്. വേറെ കുറേ കാര്യങ്ങൾ ഞാൻ നോക്കിയിരുന്നു, സ്റ്റിച്ചിങ് പഠിച്ചിരുന്നു. പഠിക്കല്ല, യൂട്യൂബ് നോക്കി. പിന്നെ കേക്ക് ഉണ്ടാക്കിയിരുന്നു, ചിരട്ടയിലൊക്കെ ആർട്ട് ചെയ്തിരുന്നു, ചിത്രം വരച്ചിരുന്നു. പിന്നെ സൂപ്പ്, എണ്ണ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ അതിലൊന്നും എനിക്ക് എന്താ പറയുക, എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവസാനമാണ് ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് ചെടികൾക്കൊക്കെ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നൊരു സമയമായിരുന്നല്ലോ. ആ സമയത്താണ് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെടികളൊക്കെ പിടിപ്പിച്ച് ഫസ്റ്റായിട്ട് ഇതിലേക്ക് ഇറങ്ങി. അന്ന് എനിക്ക് നല്ലോണം അൽഹംദുലില്ലാ എനിക്ക് നല്ലോണം സെയിൽ കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അത് വിടാതെ പിടിച്ച് കയ്യിൽ. അന്ന് ഞാൻ ഉമ്മേൻ്റെ ആടുകളാട്ടോ, ഇവളെ പ്രസവത്തിന് കൊണ്ടുപോയതാണ്. കുറച്ച് അപ്പുറത്താണ് ആടിൻ്റെ തൊഴുത്ത്. അപ്പോൾ അവിടുന്ന് പ്രസവിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചതാണ്. ഇത് പിന്നെ ഇവിടുത്തെ കാവൽക്കാരാ, നമ്മളെ കുട്ടുമുണ്ട്. അപ്പുറത്ത് വൈറ്റ് കളർ ഉണ്ടല്ലേ, അവർ വെച്ചു. അവരെ ഫസ്റ്റിലെ വീഡിയോയിൽ അവരെന്നാ ഞാൻ തുടങ്ങിയത്. കുഞ്ഞായിരുന്നു അവരപ്പോൾ. ഇപ്പോൾ ഇതാ നമ്മളെ ഈ ചെടികളൊക്കെ വളർന്നു വരുന്ന കണ്ടോ. ഇത് കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, കുറേ ചെടികളുണ്ട്. ഇതൊക്കെ തുമ്പർച്ചിയ, അത് നമ്മളെ കോൺച്ചിയ. പിന്നെ ഇതാ ഗോൾഡൻ കാസ്കേഡൊക്കെ നല്ല ചെടിയാണ് കേട്ടോ. ഞാൻ കോഴിക്കോടായിരുന്നപ്പോൾ ഈ ഗോൾഡൻ കാസ്കേഡ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെടികൾ വളർത്തിയിട്ട് ഫ്ലവറിങ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കമ്പൊക്കെ എടുത്തിട്ട് നമുക്ക് പിടിപ്പിച്ചിട്ട് സെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.